യുകെയിൽ വണ്ടി ഓടിച്ച് ഡ്യൂട്ടിക്ക് പോകുന്നവരുടെ ഡ്രൈവിംഗ് ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള 1-2 ഇൻഫർമേഷൻസാണ് ഈ ഒരു വീഡിയോയിൽ. നമ്മൾ യുകെയിൽ കാർ വാങ്ങിച്ച് കഴിയുമ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇൻഷുറൻസിൻ്റെ പർപ്പസുകളിനകത്ത് ഒരു 3-4 കാറ്റഗറികളുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് SDP എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അത് സോഷ്യൽ ഡൊമസ്റ്റിക് പ്ലഷർ പർപ്പസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ നമ്മളുടെ വാഹനം നമ്മൾക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാനോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ റെഗുലറായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ യൂസുകൾക്ക് മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സോഷ്യൽ ഡൊമസ്റ്റിക് പ്ലഷർ പ്ലസ് കമ്മ്യൂട്ടിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഈ ഒരു കാറ്റഗറിയിൽ ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ നമ്മൾക്കൊരു സിംഗിൾ പ്ലേസ് ഓഫ് വർക്കിലേക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബിസിനസ് യൂസാണ്. നമ്മൾ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിലേക്ക് വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ മൾട്ടിപ്പിൾ യൂസേജുകളുണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഇൻഷുറൻസ് എടുക്കാം. ഇനി നാലാമത്തെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് ആണ്. അത് കൊമേഴ്ഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ബിസിനസ്സുകൾക്കൊക്കെ ആയിട്ടുള്ള യൂസേജാണ് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ്. ഇനി അതല്ലാതെ ഒരു കാറ്റഗറിയും കൊണ്ടുണ്ട് ഹയർ ആൻഡ് റിവാർഡ് എന്ന് പറയുന്നത് ഡെലിവറി ഡ്രൈവേഴ്സിനും അങ്ങനെയുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു വർക്ക് പ്ലേസിലേക്ക് പോവുകയാണ്, യൂണിഫോം ഇട്ടിട്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നതെങ്കിൽ നമ്മളുടെ ഡ്രൈവിംഗ് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും SDP പ്ലസ് കമ്മ്യൂട്ടിംഗ് എന്നുള്ള ഇതിലെടുക്കണം. കാരണം അങ്ങനെ ഇൻഷുറൻസ് എടുത്തിട്ടില്ല എങ്കിൽ നമ്മളുടെ ഏതെങ്കിലും സാഹചര്യത്തിൽ കഴിഞ്ഞാൽ പോലീസ് നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 3 പോയിൻറ്റും അതേപോലെ 100 പൗണ്ട് പെനാൽറ്റിയും നമുക്ക് കിട്ടും. ഈ ഒരു 3 പോയിൻ്റ് പെനാൽറ്റി കിട്ടുന്നതിലുപരി നമ്മളുടെ ഇവിടെയുള്ള വിസയെയും അതേപോലെ നമ്മുടെ മറ്റ് ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തെയും അത് ബാധിക്കും. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അറിയുന്ന 2 നേഴ്സുമാർ രാവിലെ ഡ്യൂട്ടിക്ക് പോവുകയായിരുന്നു. ഒരു വണ്ടിയിൽ പോവുകയായിരുന്നു. 7 മണിയായപ്പോൾ പോലീസ് അവരെ പിടിച്ചു നിർത്തി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അവർ ഇൻഷുറൻസ് നോക്കിയപ്പോൾ അവരെടുത്തിരുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത് സോഷ്യൽ ഡൊമസ്റ്റിക് പ്ലഷർ എന്ന് പറയുന്ന ഇൻഷുറൻസ് ആയിരുന്നു. അവർ യൂണിഫോമിലായിരുന്നു. എവിടെ പോകാമെന്ന് ചോദിച്ചു. ഡ്യൂട്ടിക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ റോങ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് അവർ ഇൻഷുറൻസ് ഇൻവാലിഡ് ആണ്, ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞ് അവർ വണ്ടി സീസ് ചെയ്യുകയും അതേപോലെ അവർക്ക് 3 പോയിൻറ്റും 100 പൗണ്ടിൻ്റെ പെനാൽറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റൈറ്റായിട്ടുള്ള ഇൻഷുറൻസ് എടുക്കുക. അല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ദിവസം നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ PR-നൊക്കെ ആപ്ലിക്കേഷനൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഇൻഫർമേഷൻസൊക്കെ നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്.